നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1200 ആണ്ട് വൃശ്ചിക മാസം 11-ാം തീയതി 2024 നവംബർ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസമല്ല. നക്ഷത്രമാവട്ടെ അത്ത നക്ഷത്രമാണ്. അത്ത നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയാണ്, അത്ത നക്ഷത്രമാണ്. നക്ഷത്രം ശുഭപ്രദമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമല്ല. അതുകൊണ്ട് ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചായിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ആകിലും ഇന്ന് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നെഗറ്റീവ് എനർജിയുള്ള ആ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നെഗറ്റീവ് ബാധിച്ചിരിക്കും. പിന്നെ അതങ്ങോട്ട് നമുക്ക് പ്രോഗ്രസ് ഇല്ലാതെയാക്കും. അതുകൊണ്ടാണ് ഓരോ ദിവസങ്ങൾ നമ്മളിങ്ങനെ വളരെ പ്രാധാന്യം കൊടുക്കണേ. ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാകുമ്പോൾ ഈ നെഗറ്റീവ് ദോഷം മാറുകയൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിനായാലും ഒരു സ്ഥാപനം തുടങ്ങാനായാലും പുതിയ എന്തെങ്കിലും മറ്റ് സംരംഭങ്ങൾക്കായാലും നമ്മളൊരു മുഹൂർത്തം നോക്കി ദിവസം നോക്കിയെടുക്കുന്നതിന് കാരണം. അല്ലാതെ അന്നത്തെ ദിവസം കൊള്ളില്ല, അതുകൊണ്ട് അന്നത്തെ ദിവസം പോയിട്ട് വണ്ടി എടുക്കാതിരുന്നാൽ മതി, നാളെ എടുക്കാം എന്ന് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ശുഭകാര്യങ്ങൾക്ക് തുനിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വൃശ്ചിക മാസത്തിൽ അത്ത നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ചൊവ്വാഴ്ചയാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ചൊവ്വ അഗ്നികാരകനാണ്. തീപ്പൊള്ളലുണ്ടാക്കാം, ഇലക്ട്രിസിറ്റിയാൽ അപകടം ഉണ്ടാവാം, വാഹനങ്ങളിൽ നിന്ന് അപകട സാധ്യതയുണ്ടാകും, മുറിവ്, ചതവ് ഇവയെ ഉണ്ടാക്കും. അതുപോലെ സർജറിക്ക് വിധേയമാവാം. എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ വച്ചുകൊണ്ടിരിക്കരുത്, സർജറിക്ക് വിധേയമാവാം. കേസ് വഴക്കുകളുണ്ടാവാം, സാമ്പത്തിക നഷ്ടം വരാം, മാനസിക സംഘർഷം വർദ്ധിക്കും. ഇതൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. മുരുക ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെ മുറുകെ പിടിച്ചോളണം. അടുത്ത് വീടിൻ്റെ സൗകര്യമായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനാണ് ശരിക്കും ദേവീ ക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രമോ ദുർഗാ ക്ഷേത്രത്തിലോ കുങ്കുമാർച്ചന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. അതുപോലെ തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമി യന്ത്രം, ചിലപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാനോ നിരന്തരം പ്രാർത്ഥന ചെയ്യാനോ ഒന്നും പറ്റിയെന്നിരിക്കത്തില്ല. നമ്മളെ സാഹചര്യം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ആയിപ്പോവാം. അങ്ങനെയുള്ളവർ ഒരു സുബ്രഹ്മണ്യ സ്വാമി മുരുക യന്ത്രം മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം 1 വർഷത്തേക്ക്. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മളെ സംരക്ഷിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി വേണം പോകാൻ. ഇന്ന് ദിവസമേ കൊള്ളത്തില്ല. രാഹു എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരനാണ്. ആ സമയത്ത് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത്. നമ്മൾ രാവിലെ കഴിച്ച് ഓരോ കാര്യത്തിന് പോകുന്നതിനിടയ്ക്ക് രാഹുകാലവും കുളികാലവും ഒന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട. സുപ്രധാനമായ കാര്യം ചെയ്യണമെങ്കിൽ മാത്രം മതി. അപ്പോൾ രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. ശരിക്ക് 3 മണി മുതൽ 4:30 വരെയാണ് രാഹുകാല സമയം കലണ്ടറിൽ ഇട്ടിരിക്കുന്നതും. ഇന്നത്തെ ദിവസവും അതുപോലെ തന്നെയാണ്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കാൻ പാടില്ല. 12:12 തൊട്ട് 1:38 വരെയും ഗുളികകാല സമയം. യമകണ്ഠ കാല സമയം വരുന്നത് 9:20 തൊട്ട് 10:46 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കാതിരിക്കുക. അതുപോലെ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം എന്ന് വരുന്നതും 11:48 തൊട്ട് 12:36 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്നത് കൊണ്ട് ദോഷമില്ല. ഇപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കാം നമുക്ക് അത്യാവശ്യമാണെങ്കിൽ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളറ് വസ്ത്രത്തിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന വസ്ത്രം ധരിക്കുന്നത് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അപകടങ്ങളോ ദോഷങ്ങളോ വരാതെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് പ്രകൃതി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.